ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പാനിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിക്കയുടെ റെസിപ്പിയാണ്. ഒരു പനീർ ടിക്കയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് കരിയാതെ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഈ കടലമാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന അയമോദകമാണ്. ഇതൊരല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തിയാണ്. ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് തണുപ്പ് മാറിയതാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാല ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ സവാളയുടെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 1/2 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ഞാൻ ഈ പനീറിൻ്റെ ക്യൂബ്സൊക്കെ ഈ സ്ക്യൂവറിലൊന്ന് ആക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന പാനിൽ വെച്ച് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതിൽ എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഒരേപോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അധികം വേവൊന്നുമില്ല പനീറിന്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. പുതിന ചട്നിയുടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടിക്കിയാണിത്. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Tastyqueens. Thank you.